ബദാമിയിലെ സ്ഥലങ്ങളെ 2 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നോർത്ത്, ഒന്ന് സൗത്ത്. ഈ നോർത്തിൽ വരുന്ന ഭാഗമാണ് ഈ ബദാമി കേവ് ടെമ്പിള്. കേവ് 4 കേവ് ഉണ്ട്. ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും ഓരോരോ കേവുകൾ കാണാം. അപ്പൊ നമ്മൾ മുകളിലെത്തുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഒരു വ്യൂ തരുന്നുണ്ട്. അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് സൗത്തിലെ സ്ഥലങ്ങളുള്ളത്. നോർത്തിൽ ഈ ഒരു കേവ് ടെമ്പിൾ മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് സൗത്തിലാണ് അഗസ്ത്യാർ ലേക്ക്, ഒരു ലേക്ക് നമ്മൾ നേരത്തെ കണ്ടുല്ലോ. ആ ലേക്ക്, ഭൂതനാഥ് ടെമ്പിള്, ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ ബദാമി കോട്ട. ഇതൊക്കെ സൗത്തിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ ആദ്യം കേവ് ടെമ്പിളിൽ വരാം, എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കുക, അല്ലെങ്കിൽ നടന്നു പോവുക, അല്ലെങ്കിൽ കാറിൽ പോവുക, എന്നിട്ട് സൗത്ത് സ്ഥലങ്ങൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ബദാമി കേവ് ടെമ്പിൾ ആയിരുന്നു, ബദാമിയുടെ നോർത്ത് ഭാഗത്തുള്ള ബാക്കിൽ കാണുന്ന. ഇന്ന് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൗത്തിൽ വന്നേക്കാണ്. സൗത്തിൽ ഇതേ അഗസ്ത്യ ലേക്ക്, അതിനോട് ചേർന്നിട്ട് ഭൂതനാഥ് ടെമ്പിളാണ്. ഈ ഭൂതനാഥ് ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും നാഗര സ്റ്റൈലും സൗത്ത് ഇന്ത്യൻ ദ്രാവിഡൻ സ്റ്റൈലും കൂടി കൺസ്ട്രക്ട് ചെയ്ത ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബദാമി യാത്രയെ പറ്റിയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും, എങ്ങനെ യാത്ര കൃത്യമായി പ്ലാൻ ചെയ്യാന്നുള്ള വീഡിയോസിന്റെ പാർട്ട് 2 ആണിത്. നമ്മൾ ഇന്നലെ ബദാമി കേവ് ടെമ്പിളിൽ പോയിരുന്നു. കേവ് ടെമ്പിളിന്റെ സെയിം ലൊക്കേഷൻ തന്നെയാണ് സൗത്തിലെ ഭാഗങ്ങൾ കാണാനായിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഇന്നലെ പോയി ആ വലിയ ഗോപുരം വഴി തന്നെ നമ്മൾ നേരത്തെ രാവിലെ 6 മണിക്ക് എത്തി യാത്ര തുടങ്ങാണ് സൗത്ത് കാണാൻ. ബദാമി കേവ് ടെമ്പിൾ ആണിത്. ബദാമി കേവ് ടെമ്പിളിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു പള്ളി കാണിച്ചല്ലോ, ആ പള്ളിയുടെ അവിടെ തന്നെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. ആ വഴി നടന്നിട്ടാണ് നമ്മൾ സൗത്ത് ഭാഗങ്ങൾ കാണാൻ പോകുന്നത്. സൗത്ത് ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് അഗസ്ത്യാർ ലേക്കിൻ്റെ ഒരു വ്യൂ പോയിന്റ് കാണാം. നല്ല മനോഹരമായ ഒരു ലേക്ക്. സൂര്യപ്രകാശം വന്നു തുടങ്ങുന്നുള്ളൂ. ഒരു 7 മണിയായിട്ട് സൂര്യപ്രകാശം വരുന്നില്ല. നമ്മൾ നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ് പോകുന്നത്. ഇതാണ് ആ സ്ഥലം. ഈ പടിക്കെട്ട് കാണുന്നില്ലേ, ഈ പടിക്കെട്ടിലൂടെ നേരെ നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോട്ടയുടെ ആ സൗത്ത് ഭാഗത്ത് നമ്മൾ എത്താം. പക്ഷേ ആ കോട്ടയുടെ ആ പടിക്കെട്ടിൽ ഓരോ ഭാഗത്തും നമ്മൾ പൊത്തിപ്പിടിച്ചൊക്കെ കയറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഈ വരുന്ന വഴി പടിക്കെട്ട് കയറുമ്പോഴാണ് ഈ ക്ഷേത്രവും ആ ലേക്കൊക്കെ കണ്ടത്. ഈ വഴി തന്നെ നേരെ പടിക്കെട്ട് ഈ സ്റ്റെപ്പുകൾ വീണ്ടും ഇറങ്ങി നേരെ പോവാതെ ഓട്ടോ പോകുന്ന കണ്ടില്ലേ. ഓട്ടോക്കാരൊക്കെ ഇതിൽ കൂടെ പോയിട്ട് വേറെ ഏതൊക്കെ ഊടുവഴി കൂടെ ഒരു 1 കിലോമീറ്റർ പോയിട്ടാണ് ആ സൗത്ത് ഭാഗത്ത് എത്തുന്നത്. ഒരിക്കലും ഓട്ടോയിൽ പോവല്ലേ, നമ്മൾ നേരെ തന്നെ പോവുക. നേരെ തന്നെ നടന്ന് ഈ വീടുകളുടെ ഭാഗത്തേക്കൂടെ പോവുക. അവിടെ തന്നെ നടന്നു പോകുമ്പോൾ വേ ടു മ്യൂസിയം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ബോർഡ് നോക്കി നേരെ ഈ വീടുകളുടെ ഇടയിൽ കൂടെ പോകുന്നതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. സേഫ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഒരു 2 അടി നടന്നാൽ മതി. ഒരു 5 മിനിറ്റ് പോലും നടക്കണ്ട, നിങ്ങൾക്ക് ഉടനെ സൗത്തിൽ എത്തിച്ചേരാം. ഓട്ടോ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ഇവിടെ വരുമ്പോൾ ഒരുപാട് ഓട്ടോക്കാർ വന്നിട്ട് ഓട്ടോയിൽ കയറണം എന്ന് പറയും. ഇതാണ് ആ ജംഗ്ഷൻ്റെ ഓട്ടോ വരുന്നത് കണ്ടില്ലേ. ഓട്ടോക്കാർ വേറെ വഴി കൂടെ പോയി ഇവിടേക്ക് എത്തും. നമ്മൾ പെട്ടെന്ന് നമുക്ക് വീടുകളുടെ ഇടയിൽ കൂടെ വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓട്ടോ ഒരിക്കലും വിളിക്കരുത്. 600 രൂപയൊക്കെ വാങ്ങും. 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് തികച്ചും നഷ്ടമാണ്. അവർ പറയും കുറേ നടക്കാനൊക്കെ ഉണ്ടെന്ന്. അത് പച്ച കള്ളാണ്. ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഓട്ടോക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു 2 അടി നടന്നു കഴിഞ്ഞാൽ ഈ കോട്ടയുടെ അവിടെ എത്തും. ഈ ഓട്ടോക്കാർ വന്ന് ജസ്റ്റ് ചെയ്യുന്നത് ഈ കോട്ടയുടെ മുന്നിൽ നിർത്തും. നമ്മൾ കോട്ടയുടെ മുകളിലേക്ക് നമ്മൾ തന്നെ കയറി ചെല്ലണം. ഓട്ടോ വിളിക്കുന്നത് തികച്ചും നഷ്ടമാണ്. ഇതാണ് കോട്ടയുടെ ഭാഗം. കോട്ടയുടെ അവിടെ തന്നെ മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയത്തിന്റെ ഈ ഗേറ്റ് കണ്ടില്ല, ഇതാണ് കോട്ടയുടെ ഗേറ്റ് വരുന്നത്. അങ്ങനെ മുകളിലോട്ട് കയറി പോകണം. മ്യൂസിയം 9 മണിക്കേ തുറക്കുള്ളൂ. അപ്പൊ നമ്മൾ ലാസ്റ്റ് കയറാന്ന് വെച്ച് നമ്മൾ വീണ്ടും നടക്കാണ്. അപ്പോൾ വീണ്ടും നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ വഴി 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭൂതനാഥ് ടെമ്പിളിൻ്റെ അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസ് കാണാം. അപ്പോൾ ആ 100 മീറ്റർ മാത്രമാണ് ഓട്ടോക്കാർ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഈ 100 മീറ്റർ നമുക്ക് തന്നെ നടക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓട്ടോയിൽ പോവുകയാണെങ്കിൽ അവർ വെയിറ്റും ചെയ്യില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ റിലാക്സ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ കാല് കുത്തുമ്പോൾ തൊട്ട് ഓട്ടോക്കാർ പറയും 4 വീലർ വാഹനം പോകില്ല അങ്ങോട്ട്. ശരിയാണ്, നിങ്ങൾ നടക്കാനും കുറേ ഉണ്ടെന്ന്. അത് പച്ചക്കള്ളാണ്. പക്ഷെ 4 വീലർ വാഹനങ്ങൾ നമ്മൾ ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കേവ് ടെമ്പിൾ അല്ല, നിങ്ങൾക്ക് ഈ ഭാഗത്ത് തന്നെ വന്നിട്ട് ചെയ്യണമെങ്കിൽ വേറെ ലൊക്കേഷൻ കാണിക്കുക. അതായത് നമ്മൾ ആ വലിയ ഗോപുരമൊക്കെ കാണിച്ചില്ലേ, അവിടെ നിന്ന് വീണ്ടും പുറകോട്ട് പോയിട്ട് വേറെ പോക്കറ്റ് റോഡൊക്കെ കാണിക്കും. ഇങ്ങോട്ട് വരാൻ റോഡുണ്ട് വേറെ. പക്ഷെ നമ്മുടെ 4 വീലറൊക്കെ വരാണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ്. വന്നു
കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പം അത് ഓട്ടോക്കാർ പറയണത് ശരിയാണ്, നിങ്ങൾ കേവ് ടെമ്പിളിൽ തന്നെ വന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. 2 വീലേഴ്സ് അല്ല, 4 വീലേഴ്സും അതിനപ്പുറം വലിയ വാഹനങ്ങളുള്ളൂ. പക്ഷെ നടക്കാൻ പറ്റില്ല എന്നുള്ളത് പച്ചക്കള്ളമാണ്. കാരണം ഇതിൽ കൂടെ ഈ കാണുന്ന ഇത് കേവ് ടെമ്പിൾ ഞാൻ നേരത്തെ നടന്നു വന്നത് ഈ വഴി ഈ വീടുകളുടെ ഇടയിൽ കൂടെ വന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൗത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഓട്ടോക്കാരാണെങ്കിൽ അതിൽ കൂടെ ഒക്കെ പോയി അവർ ആ കറങ്ങി തിരിഞ്ഞ് അവർ ദൂരത്തിൻ്റെ പൈസ വാങ്ങുന്നു ശരിയാണ്, പക്ഷേ അത് തികച്ചും നഷ്ടമാണ്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഓട്ടോ വിളിക്കുന്നതുകൊണ്ട് ഒരു ലാഭവും ഇല്ല, നടക്കുന്നതിന് ഒരു ലാഭവും കിട്ടുന്നില്ല. ഈ ഭൂതനാഥ് ഇതാണിതേ, നമ്മൾ കോട്ടയുടെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞത് ഇതാണ് ഭൂതനാഥ് ടെമ്പിളിൻ്റെ ആ എൻട്രൻസ്. അവിടെ വരെ ഓട്ടോ പോള് വീണ്ടും നമ്മൾ നടക്കണം, അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ നടന്നിട്ട് തന്നെ ഇങ്ങോട്ട് വരിക. അതേ ഭൂതനാഥ് ക്ഷേത്രത്തിലെത്തി ഞാൻ തിരിച്ചും അങ്ങോട്ട് നടന്നിട്ട് തന്നെ പോവുക. കാരണം ഇത്രയും കേവിലും ഫോർട്ടിലൊക്കെ കോട്ടയിലൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. കേവ് ടെമ്പിൾ വന്നു കഴിഞ്ഞാൽ തന്നെ കുറേ നടക്കണ്ട. അത്രയും നടക്കാൻ നമുക്കൊരു 2 അടി നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികളായാലും മുതിർന്നവരൊക്കെ ആയാലും ഇങ്ങനെ നടന്നിട്ട് തന്നെ പോകാൻ നോക്കാം. ഇനി ഭൂതനാഥ് ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആരാധന ഒന്നുമില്ലെങ്കിലും ആത്മാക്കളുടെ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത്. ഭൂതഗണങ്ങളും അവരുടെ നാഥനായ മഹാദേവനും അവതാര രൂപത്തിലാണ് ശിവപ്രതിഷ്ഠയുള്ളത്. ഈ തടാകത്തിലോട്ട് നീണ്ടു കിടക്കുന്ന തുറന്ന മണ്ഡപമാണ് ക്ഷേത്രത്തിന്റെ മനോഹാരിത കൂട്ടുക എന്ന് പറയാം. കാരണം നമ്മളൊരു രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് പ്രോപ്പർ സൺറൈസും സൺസെറ്റും ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം സൂര്യൻ അത്ര ശോഭിക്കാത്തൊരു സമയത്താണ് പോയത്. പക്ഷെ ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഒരു മഴക്കാലത്താണ് പോയത്. മഴക്കാലം അല്ലാണ്ട് വരാണെങ്കിൽ നമുക്ക് ആ ഒരു സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ നമുക്കൊരു വ്യൂ കിട്ടും. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു, നല്ല വ്യൂ കിട്ടും. എന്നിരുന്നാലും കുഴപ്പമില്ല, ആ ഒരു ക്ലൈമറ്റ് ക്ലൗഡി ആയതുകൊണ്ട് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു മനോഹരം, എന്താ പറയുക, ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണ്. വീഡിയോയിൽ കാണുന്നതിനപ്പുറമായിട്ട് നമ്മൾ നേരിട്ട് തന്നെ പോയി കാണണം. പിന്നെ ഞാൻ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഉത്തരേന്ത്യൻ സ്റ്റൈലും ദക്ഷിണേന്ത്യൻ സ്റ്റൈലും നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. ഇത്തിരി സൂര്യപ്രകാശം വന്നു തുടങ്ങുമ്പോൾ തന്നെയുള്ള ആ ഗുഹാക്ഷേത്രം, നമ്മൾ ഫസ്റ്റ് പോയ കേവ് ടെമ്പിളും പിന്നെ ഈ കാണുന്ന തടാകവും പച്ചപ്പും സൂര്യപ്രകാശമൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ അഗസ്ത്യ മുനിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടുത്തെ ഈ വലിയ കുളത്തെ അഗസ്ത്യ തീർത്ഥം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അഗസ്ത്യ തീർത്ഥത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാകുന്നൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നു കേട്ടോ. നിങ്ങൾ ബദാമിയിലോട്ട് യാത്ര വരുന്നുണ്ടെങ്കിൽ രാവിലെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ബദാമി കേവ് ടെമ്പിൾ കണ്ട് വൈകിട്ട് ഈ ഭൂതനാഥ് ടെമ്പിളും കോട്ടയും ഒക്കെ സൺസെറ്റിന് കാണാനായിട്ട് മാറ്റി വെക്കുക. രാവിലെ കേവ് ടെമ്പിൾ കണ്ട് വൈകിട്ടത്തേക്ക് ഈ കോട്ടയും സൺസെറ്റും കാണാം. അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ വരികയാണെങ്കിൽ നല്ലതാണ്. പിറ്റേന്ന് ഇവിടെ അരമണിക്കൂർ ദൂരത്തിലുള്ള 2 പ്രധാന ബ്യൂട്ടിഫുൾ ക്ഷേത്രങ്ങളുണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ അടുത്ത പാർട്ടിൽ പറയുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് യാത്ര അവസാനിപ്പിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് മൊത്തം ചെലവഴിച്ച് പിറ്റേ ദിവസമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വന്ന പോലെ ഞാൻ തലേദിവസം വന്ന് കേവ് ടെമ്പിൾ കണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഭൂതനാഥ് ടെമ്പിളും കോട്ടയും മ്യൂസിയം ഒക്കെ കണ്ടു. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതല്ല നിങ്ങൾ റിലാക്സ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മറ്റ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ 2 വീലർ അല്ലാണ്ട് 4 വീലറും പിന്നെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ആയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കേവ് ടെമ്പിളിൽ വരിക. കാറൊക്കെ ആണെങ്കിൽ കേവ് ടെമ്പിളിൻ്റെ അവിടെ തന്നെ പാർക്ക് ചെയ്യാം. അതല്ല വലിയ എന്താ പറയുക ട്രാവലറൊക്കെ ആണെങ്കിൽ ആ വലിയ ഗോപുരം കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്, അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിലാണ് പാർക്ക് ചെയ്യേണ്ടത്. പിന്നെ മറ്റ് സൗത്തിലോട്ട് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് ഗൂഗിളിൽ മാപ്പ് ഇട്ട് വരാണ്ടിരിക്കുക. കാരണം ഇങ്ങോട്ട് വരുന്ന റോഡുകളൊക്കെ ചെറിയ ഓട്ടോ ഒക്കെ വരുന്ന കണ്ടില്ല, ചെറിയ പോക്കറ്റ് റോഡുകളാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് കേവ് ടെമ്പിൾ വന്ന് പാർക്ക് ചെയ്ത് പരമാവധി നടക്കാനെന്ന് നോക്കുക. കാരണം ഓട്ടോ വിളിക്കുന്നതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഇവിടെയൊക്കെ നിങ്ങൾ നടക്കണം. ഓട്ടോ ജസ്റ്റ് അവിടെ വന്ന് ഡ്രോപ്പ് ചെയ്യുള്ളൂ. ഭയങ്കര നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നടന്നിട്ട് തന്നെ വരിക. ആ പറഞ്ഞ വഴി വീടുകളുടെ വഴി കൂടെ വേ ടു മ്യൂസിയം എന്നുള്ള ബോർഡ് ഉണ്ട്, അത് കണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ എവിടെ നിന്നാണ് ബദാമിയിലോട്ട് യാത്ര തുടങ്ങണമെന്നും പിന്നെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും ഏതൊക്കെ റൂട്ടിൽ വരാൻ പറ്റും എന്നുള്ളതും നമ്മൾ ആദ്യം പോയ കേവ് ടെമ്പിളിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും താമസ സൗകര്യം ഭക്ഷണം ഒക്കെ എൻ്റെ ലാസ്റ്റ് വീഡിയോ പാർട്ട് 1 ഞാൻ ഇട്ടിരുന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോയിലുണ്ട്, അത് കാണാത്തവർ കാണാം. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഇതെങ്ങനെ തുടങ്ങണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇവിടുത്തെ താമസം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കാണാം.
പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വ്യക്തമായ പ്ലാനിങ്ങുകളോട് കൂടി വരിക. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഉച്ചയ്ക്ക് ആവുമ്പോൾ നല്ല പൊരിഞ്ഞ വിലയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഈ സ്ഥലങ്ങൾ കാണുന്ന രീതിയിൽ തുടങ്ങാം. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടും ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സമയം വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഭൂതനാഥ് ടെമ്പിളും ഫസ്റ്റ് കേവ് ടെമ്പിള്, ഫസ്റ്റ് നമ്മൾ വന്ന കേവ് ടെമ്പിളും ഭൂതനാഥ ക്ഷേത്രവും കോട്ടയൊക്കെ ഉച്ചയ്ക്കുള്ളിൽ തന്നെ പോയി കാണാവുന്നതാണ്. നിങ്ങൾ രാവിലെയാണ് യാത്ര തുടങ്ങുന്നതെങ്കിൽ. ഇനി അതെല്ലാം റിലാക്സ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ കോട്ടയിൽ ഒരുപാട്, ഭൂതനാഥ ക്ഷേത്രം കഴിഞ്ഞ് ഞാൻ പോകുന്ന കോട്ട ബദാമി കോട്ടയിൽ ഒരുപാട് മുകളിലോട്ട് കയറാനുണ്ട്. അപ്പം അതുകൊണ്ട് റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കേവ് ടെമ്പിൾ രാവിലെ കണ്ട് ഈ ഭൂതനാഥ ക്ഷേത്രം മ്യൂസിയവും കണ്ട് നിങ്ങൾക്ക് വൈകിട്ട് കോട്ട മാറ്റി വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നടക്കാനൊരു എനർജി കിട്ടും. കോട്ടയുടെ അവിടെ നിന്ന് മുകളിൽ നിന്ന് സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ട് അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ടെമ്പിൾസ് ഉണ്ട് എൻ്റെ അടുത്ത പാർട്ടിൽ വരുന്ന ആ സ്ഥലങ്ങളും കൂടി കണ്ട് ബദാമി യാത്ര അവസാനിപ്പിക്കാവുന്നതാണ്. അതല്ല നിങ്ങൾ ബദാമിയിലോട്ട് വരുമ്പോൾ ഈ റൂട്ടിലുള്ള മറ്റ് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ ബദാമിയിൽ അല്ലാണ്ട് കർണാടകയിൽ ഇതേ റൂട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എൻ്റെ അടുത്ത ഓരോ എപ്പിസോഡുകളിൽ വരുന്നതാണ്. അപ്പം അത്തരം സ്ഥലങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ബദാമി മൊത്തം കംപ്ലീറ്റ് ആക്കുക. അതായത് രാവിലെ ഉച്ചയ്ക്കുള്ളിൽ തന്നെ ബദാമി കേവ് ടെമ്പിൾ, ഭൂതനാഥ ക്ഷേത്രം, കോട്ട, മ്യൂസിയം ഒക്കെ ഉച്ചയ്ക്കുള്ളിൽ തന്നെ. വെയിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിക്കാൻ പറ്റും. എന്നിട്ട് മറ്റേ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്, അത് ഉച്ചയ്ക്ക് പോവാം. അല്ലെങ്കിൽ ഈവനിങ് പോയിട്ട് ഈവനിങ് തന്നെ ബദാമിയിൽ നിന്ന് യാത്ര തിരിക്കാവുന്നതാണ് മറ്റ് സ്ഥലങ്ങളിലോട്ട്. വ്യക്തമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും ആസ്വദിക്കാൻ പറ്റും. ഇത് ഭൂതനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പൊ ബദാമി സ്ഥലങ്ങളുടെ യാത്രാ പ്ലാനിങ് രാവിലെ യാത്ര തുടങ്ങുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് കാണുന്നവർക്കും ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം കൊണ്ട് ചെലവഴിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള പ്ലാനിങ്ങുകളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ബദാമി എന്നുള്ള സ്ഥലത്ത് ഉച്ചയ്ക്കാണ് നിങ്ങൾ ഈ ബദാമിയിൽ എത്തിച്ചേരുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ബദാമി കേവ് ടെമ്പിൾ പോയിട്ട് ഒരു ഈവനിങ് 4 മണിയാകുമ്പോൾ സൗത്തിലോട്ട് വന്ന് ഈ ഭൂതനാഥ ക്ഷേത്രമൊക്കെ തൊഴുത് പിറ്റേ ദിവസം അതായത് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് കോട്ട, ഇനി ഞാൻ പോകുന്ന കോട്ടയും കണ്ട്, പിന്നെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടുന്ന ക്ഷേത്രങ്ങളുണ്ട് അതും രാവിലെ കണ്ട് പിറ്റേന്ന് ഉച്ചയോടുകൂടി ബദാമിന്ന് നിങ്ങൾക്ക് യാത്ര തിരിക്കാൻ പറ്റും. മറ്റു സ്ഥലങ്ങൾ, പോകുന്ന വഴിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആ റൂട്ട് അങ്ങനെ പോകാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ ബദാമിയിൽ ഉച്ചയ്ക്ക് എത്തിയില്ല, ഇത്തിരി നേരം വൈകി 4 മണിക്ക് എത്തുക വെച്ചെങ്കിൽ ഞാൻ ചെയ്ത പോലെ ബദാമി കേവ് ടെമ്പിൾ കാണാം. പിറ്റേ ദിവസം രാവിലെ വന്ന് ഈ ഭൂതനാഥ ക്ഷേത്രം കാണാം. അത് കഴിഞ്ഞ് കോട്ട കാണാം, മ്യൂസിയം കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് അടുത്ത എപ്പിസോഡിൽ ഇടുന്ന അതും കണ്ടിട്ട് ഈവനിങ് യാത്ര തിരിക്കുക ബദാമിയിൽ നിന്ന്. അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്ലാനിങ് ഉണ്ടാക്കി കാണാം. അങ്ങനെ ഭൂതനാഥ് ക്ഷേത്രത്തിന്റെ വിഷ്വൽസ് ഒക്കെ ഒപ്പിയെടുത്ത് ഞാൻ തിരിച്ചു പോവാണ്. അപ്പൊ ഈ ഭൂതനാഥ് ക്ഷേത്രത്തിന്റെ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ ഈ വഴി പോകുന്ന വഴി തന്നെ ഒരു ക്ഷേത്രം ഞാൻ മുന്നിൽ കണ്ടിരുന്നു, അത് അപ്പൊ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഭൂതനാഥ് ക്ഷേത്രം രാവിലെ 8 മണിക്കേ തുറക്കുള്ളൂ. അപ്പൊ ആ ടൈമിങ്ങിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വരാം കേട്ടോ. കാരണം രാവിലെ കേവ് ടെമ്പിൾ വരാത്തവരാണെങ്കിൽ ഫസ്റ്റ് കേവ് ടെമ്പിൾ പോയിട്ട് ഇത് ഇങ്ങോട്ട് വരാം.
അതെ, ഇതാണ് ആ ക്ഷേത്രം ഉള്ളത്. ഈ ഭൂതനാഥ് ക്ഷേത്രത്തിന്റെ എൻട്രൻസിന്റെ അവിടെ നിന്ന് ഭൂതനാഥ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ദുർഗാ പ്രതിഷ്ഠയാണെന്ന് പറയുന്നു, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രത്തിൽ ജസ്റ്റ് ഒന്ന് പ്രദക്ഷിണം ചെയ്ത്, ആരാധനയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ക്ഷേത്രത്തിൽ കയറി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രദക്ഷിണമൊക്കെ ചെയ്ത് ആ വാസ്തുപണികളൊക്കെ വാസ്തുവിദ്യയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാണ്. അപ്പൊ ഭൂതനാഥ് ക്ഷേത്രം 8 മണിക്കേ തുറക്കുള്ളൂ. പക്ഷേ നിങ്ങൾ കേവ് ടെമ്പിൾ തലേദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി കേവ് ടെമ്പിളിൽ നിന്ന് നേരത്തെ ഇറങ്ങി വന്നാൽ തന്നെയും ഈ ഒരു അഗസ്ത്യാർ ലേക്കിന്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു മനഃശാന്തി ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ കേട്ടോ. ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് ആ സൺറൈസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ആ ക്ഷേത്രം തുറക്കുമ്പോൾ അവിടെയും കയറി ആ തടാകത്തിന്റെ അവിടെയൊക്കെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് കയറി വരാൻ പറ്റിയ സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഒരു കാം ആയിട്ടുള്ള നമ്മൾ ഇപ്പോൾ നോർത്തിലൊക്കെ പോവാൻ, നമ്മൾ കാശി വാരണാസി ഒക്കെ പോവാന്ന് പറയില്ലേ, അവിടെയൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ്. ഇവിടെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം. ഇവിടെ വരുമ്പോൾ ഒരു കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. അപ്പൊ അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്ന് കയറി നമ്മളിത് വീണ്ടും നമ്മൾ തിരിച്ച് കോട്ടയിലോട്ട് പോവാണ്. കോട്ടയം മ്യൂസിയം ഒക്കെ കാണാൻ പോവാണ്. അപ്പൊ പോകുന്നവരുടെ ഈ ഒരു പോയിന്റ് വരെ ഇവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ഈ ഒരു പോയിന്റ് വരെയാണ് ഓട്ടോറിക്ഷ വരുള്ളൂ. നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടാണ് ആ ഭൂതനാഥ ക്ഷേത്രം പോയി. അപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്കുക, ഓട്ടോയിൽ വരുന്നത് തികച്ചും നഷ്ടമാണ്. അപ്പൊ പോകുന്ന വഴി തന്നെ ഒരു പോക്കറ്റ് റോഡിൽ ഈ ബദാമി കോട്ടയുടെ ഒരു ബാക്ക് സൈഡ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിന്റെ അറ്റം വരെ പോയിട്ട് ജസ്റ്റ് ഒരു വിഷ്വൽസ് എടുത്ത് തിരിച്ചു വരാണ്. താല്പര്യമുള്ളവർക്ക് പോവാം. അതിന്റെ ആ ഒരു കോട്ടയുടെ ഒരു ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. ഒരു പോക്കറ്റ് റോഡിലാണ് ഈ ഒരു ബാക്ക് സൈഡ് കാണിക്കുന്ന ഈ റോഡ് ഉള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ, ജസ്റ്റ് ആ ഒരു കോട്ടയുടെ ബാക്ക് സൈഡ് കാണാം. അവിടെ പോയിട്ട് ജസ്റ്റ് വിഷ്വൽസ് എടുത്ത് ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ ആ ഒരു കോട്ടയനെ ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. അപ്പൊ മ്യൂസിയം വെള്ളിയാഴ്ച ദിവസം തുറക്കില്ല, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. മ്യൂസിയം 9 മണി തൊട്ട് 6 മണി വരെയാണ് ഉള്ളത്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഈ അഗസ്ത്യാർ ലേക്കിന്റെ ഒരു വ്യൂ പോയിന്റ്സ് ഇപ്പൊ ഇത്തിരി കൂടി എന്താ പറയുക, ഒരു 8-9 മണിയൊക്കെ ആയിട്ടാ. പക്ഷെ ഇപ്പോഴും ഒരു സൂര്യപ്രകാശം കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഒരു ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ഒരു അഗസ്ത്യാർ ലേക്കിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇപ്പൊ ഇത്തിരി വെയിൽ വന്നു തുടങ്ങി. അങ്ങനെ അതായത് ഞാൻ വീണ്ടും കോട്ടയെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുകയാണ്. കോട്ടയുടെ അവിടെ താഴെ ഈ റെഡ് കളറിൽ കാണുന്നതാണ് മ്യൂസിയം, അതിന് മുകളിലുള്ളതാണ് കോട്ട. മ്യൂസിയത്തിൽ കയറാനായിട്ട് എൻട്രി ഫീ ഉണ്ട്. ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അപ്പൊ ഇനി കോട്ടയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവര്, പ്രായമായവർക്കൊന്നും ഞാൻ കോട്ട സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ സ്ഥലങ്ങളൊന്നും കുഴപ്പമില്ല. കേവ് ടെമ്പിളിലും അതെ, കുറെ കയറ്റം കയറാനുണ്ട്. അത്രയും നടക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രായമുള്ളവരാണെങ്കിൽ കേവ് ടെമ്പിളും അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കേവ് ടെമ്പിളിലും കോട്ടയിലും ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ അതിന് പറ്റുന്നവർ വരാം. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഒരുപാട് കോട്ടകൾ ഇന്ത്യയിലുണ്ടല്ലേ. നമ്മുടെ പാലക്കാട് കോട്ടയുണ്ട്, പിന്നെ ഞാൻ ഹൈദരാബാദിലെ കോട്ടയിൽ പോയിട്ടുണ്ട്. ഒരുപാട് പുറമേ നിന്ന് നല്ല അടിപൊളി വിഷ്വൽസ് പുറത്തുനിന്ന് നോക്കുമ്പോഴും പിന്നെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി ഒരു നല്ല വ്യൂ തരുന്ന കോട്ടകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കോട്ടകൾ പോയിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു കോട്ട നിങ്ങൾ ലൈഫിൽ മിസ് ചെയ്യരുത്. ബദാമിൽ വരുമ്പോൾ ഇതാണ് കോട്ടയുടെ എൻട്രൻസ്. മ്യൂസിയത്തിന്റെ താഴെ തന്നെ ഞാൻ എൻ്റെ ഉള്ളിലോട്ട് പോവാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ കോട്ടകളും എനിക്ക് പോയി എനിക്ക് ഭയങ്കര മടുപ്പായി തുടങ്ങി. പക്ഷേ കോട്ടയുടെ ഉള്ളില് ഇത്രയും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കോട്ട വേറെ ഉണ്ടാവില്ല. എല്ലാ കോട്ടകളും ഇതുപോലെ തന്നെ പാറയിൽ കൊത്തിയെടുത്തതൊക്കെയാണ് മിക്ക സ്ട്രക്ചേഴ്സ് എങ്കിലും ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷനും ഇതൊക്കെ ഒരു വേറിട്ടൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. ഇതിന്റെ ഉള്ളിലത്തെ ഓരോ സ്ഥലങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നാറുണ്ട്. ലാസ്റ്റത്തെ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറണം. പക്ഷെ ഇവിടെ ഓരോ വഴിയിൽ ആ ഒരു കൊത്തുപണികളും ആ ഒരു ഗുഹ പോലത്തെ പാറകളൊക്കെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതുപോലെ ഭംഗിയുള്ള ഒരു കോട്ട ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭംഗിയുള്ള ഒരു കോട്ട ഞാൻ കണ്ടിട്ടില്ല. വിഷ്വൽസ്, അതായത് മുകളിൽ നിന്ന് നല്ല വിഷ്വൽസും പിന്നെ പുറമേ നിന്ന് നോക്കുമ്പോഴും നല്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടകളുണ്ട്. പക്ഷെ ഉള്ളിൽ നടക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായി അറിയാം. അപ്പൊ ഇതിവിടെ നടക്കാനുണ്ടെന്ന് വെച്ചിട്ട് ആരും ഇത് മിസ്സാക്കരുത്. കാരണം ബദാമിയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേവ് ടെമ്പിൾ ആയാലും ഭൂതനാഥ് ക്ഷേത്രത്തിന്റെ വ്യൂ അവിടെ ഇരുന്ന ഒരു റിലാക്സിങ് വൈബാണ്. പക്ഷെ ഒരു ഹൈക്കിംഗ് വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബദാമി കേവ് ടെമ്പിളിനേക്കാളും ബദാമി കോട്ടയാണ്. പിന്നെ 2 സൈഡ് ഉണ്ട് കേട്ടോ ഈ കോട്ടയ്ക്ക്, നോർത്തും സൗത്തും ഉണ്ട്. പക്ഷെ നോർത്ത് ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല, കാരണം സമയം ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും നമ്മൾ കുറെ റീൽസ് ഡാൻസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. പക്ഷെ തീർച്ചയായിട്ടും കോട്ട റിലാക്സ് ചെയ്ത് ആസ്വദിക്കുക. ഇനിയിപ്പോൾ രാവിലെ യാത്ര തുടങ്ങുന്നവരാണ്, ഒരു ദിവസം ഫുള്ള് ഉണ്ട്, പിറ്റേ ദിവസമാണ് തിരിക്കുകയെന്ന് വെച്ചെങ്കിൽ വൈകിട്ട് വരെ കോട്ട കാണാം. അപ്പം നിങ്ങൾക്ക് അധികം വെയിലില്ലാണ്ട് ചൂടില്ലാണ്ട് ഈ കോട്ട വൈകിട്ടത്തെ സൺസെറ്റ്, കോട്ടയുടെ മുകളിൽ നിന്ന് സൺസെറ്റ് ഒക്കെ ആസ്വദിച്ച്, അതായത് രാവിലെ എല്ലാ കേവ് ടെമ്പിളും ഭൂതനാഥ ക്ഷേത്രമൊക്കെ കവർ ചെയ്ത് വൈകിട്ടത്തേക്ക് ഈ കോട്ട മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം സ്ട്രെയിൻ ഇല്ലാണ്ട് ഈ കോട്ടയിൽ പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോർത്തിൽ
നോർത്തിലാണ് കേട്ടോ കാണുന്നത്. നോർത്തിൽ 2 സൈഡ് ഉണ്ട്. അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാം. അവിടെ പോയിട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് നല്ല റിലാക്സ് ചെയ്ത് വരാം. എന്നിട്ട് പിറ്റേ ദിവസം ഇവിടെ നിന്ന് ½ ഡിസ്റ്റൻസ് ഉള്ള എൻ്റെ അടുത്ത പാർട്ടിലുള്ള സ്ഥലങ്ങൾ കാണാം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും പോകണം. പിന്നെ ടൈം കുറേ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കുറേ ടൈം പോയി. പിന്നെ എന്താ ചെയ്യുക, നമുക്ക് എല്ലായിടത്തും ഓടി നടന്ന് അവസാനം കാണേണ്ട വന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട്. പിന്നെ ടോപ്പ് വ്യൂ ഒരുപാട് കയറാനുണ്ട് കേട്ടോ. അങ്ങനെ അതെ, ഈ ഒരു സ്ഥലത്ത് എത്തി നമ്മൾ. ഇതാണ് കവാടം. ഈ കവാടം കഴിഞ്ഞ് ഇതിന്റെ റൈറ്റ് സൈഡിൽ പോകുമ്പോഴാണ് നോർത്തിന്റെ ഭാഗം വരുന്നത്. അതിനു മുന്നേ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു വഴി ഈ നോർത്തിലോട്ട് പോകുന്നതിന് മുന്നേ അവിടെ ഒരു ഡെഡ് എൻഡ് അവസാനമാണ് കേട്ടോ. അവൻ്റെ ഒരു ഡെഡ് എൻഡ് ഒരു വലിയൊരു ഗോപുരം കാണാം. അപ്പൊ ഈ സ്ഥലം എന്താന്നുള്ളത് ഞാൻ തിരിച്ചു വരുമ്പോ കയറാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നോർത്ത് ലക്ഷ്യമാക്കി നീങ്ങാണ്. നോർത്തിലോട്ട് പോകുന്ന വഴി തന്നെയാണ് സൗത്തിലോട്ട് പോകുന്ന ഡൈവേർഷനും. അത് ഞാൻ കാണിച്ചു തരാം. രാജാവായിരുന്ന പുലിക്കേശി ഒന്നാമനാണ് ഇവിടെ കോട്ട കെട്ടി രാജവംശം സ്ഥാപിച്ചത്. കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. നിരീക്ഷണ പോസ്റ്റുകൾ പോലെ തോന്നിക്കുന്ന സ്ഥലങ്ങൾ കാണാം. കവാടങ്ങൾ നമ്മൾ കണ്ടല്ലോ, ഇടനാഴികളൊക്കെ കാണാം. ടിപ്പുവിന്റെ സൈന്യം ഈ കോട്ട പിടിച്ചിരുന്നു കേട്ടോ ഒരിക്കല്. പിന്നെ ഒരുപാട് രാജവംശങ്ങൾ, പാണ്ഡ്യന്മാര്, പല്ലവന്മാര്, ഒരുപാട് രാജവംശങ്ങൾ ഈ കോട്ട കൈയടക്കി ണ്ടായിരുന്നു. പിന്നെ ഒരുപാട് തവണ ഈ കോട്ട ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് ഭരണം വന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇതൊരു പുരാവസ്തു സ്മാരകമായിട്ട് സ്ഥാപിച്ചതെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ നടന്നതേ ഈ ഒരു നോർത്തിനെ ലക്ഷ്യമാക്കിയിട്ട് നടക്കുമ്പോഴേ ഇവിടെ ഒരു പോയിന്റ് കാണാം. ഇവിടെ ഈ പാറയുടെ അവിടെ താഴോട്ട് ഒരു വഴി ഉണ്ട് കേട്ടോ. അതാണ് സൗത്തിലോട്ട് പോകുന്നത്. നോർത്തിലോട്ട് പോകുന്നവരാണെങ്കിൽ നേരെ അതിന് മുകളിൽ കൂടെ കയറിപ്പോണം. ഇതാണ് സൗത്തിലെ ഭാഗം. സൗത്തിലെ ഭാഗത്ത് ഒരു നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു ഭാഗമാണ് കേട്ടോ സൗത്ത്. ഈ സൗത്തിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് നോർത്ത് കാണാം. അപ്പൊ നോർത്ത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ മരങ്ങളുടെ ആ ഭാഗം കഴിഞ്ഞിട്ട് ഈ സൗത്തിലോട്ട് ഇറങ്ങാണ്ട് പകരം മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർത്തിലെത്താം. അവിടെ 2 ശിവക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. നോർത്തിലാണ് ഏറ്റവും മോൾ ഭാഗം വരുന്നത്. നോർത്തിലാണ്. അപ്പൊ അവിടെ പോയാലാണ് ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് സമയം ക്രമീകരിക്കുക. അപ്പൊ വെയിൽ ഒഴിവാക്കാനായിട്ട് രാവിലെ നേരത്തെ വരെ അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ വൈകിട്ടത്തെ സൺസെറ്റ് ഒക്കെ ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ളതുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ രാവിലെ വന്നിട്ട് കാണുന്നവരാണ് സമയം പിറ്റേ ദിവസം പോകുന്നുള്ളത് വെച്ചാൽ വൈകുന്നേരത്തേക്ക് ഈ കോട്ട മാറ്റി വയ്ക്കുക. അപ്പോൾ സൺസെറ്റ് ഒക്കെ ആയി നല്ല വലിയ വെയിലൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിച്ച് പോവാം. വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സൗത്തിലെ ആ ഭാഗമാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ വന്ന വഴിക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകണം. ആ മരങ്ങളുടെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഞാൻ നോർത്തിൽ പോയി. ഇതാണ് അത് നോർത്തിന്റെ ഭാഗം. അവിടെ കണ്ടില്ലേ, അവിടെ 2 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. 2 ശിവക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ല. വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. അപ്പൊ തിരിച്ചു പോകുന്ന വഴി നേരത്തെ ഒരു ഗോപുരം കണ്ടിരുന്നു ഒരു പോക്കറ്റ് റോഡിൽ. അപ്പൊ ആ ഗോപുരം ഞാൻ നോക്കാൻ പോവാണ്. പ്രത്യേകിച്ച് അവിടെ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു ചെറിയൊരു ഗർത്തമൊക്കെ കണ്ടു, എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് തിരിച്ചിറങ്ങാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ലിമിറ്റഡ് ഹോട്ടൽസേ ഉള്ളൂ ഈ ബദാമിയിൽ സ്റ്റേ ചെയ്യാനായിട്ട്. പിന്നെ കേവ് ടെമ്പിളിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് എപ്പിസോഡ് ഇത് കാണാത്തവരാണെങ്കിൽ കാണാം. പിന്നെ ബദാമിയുടെ ലാസ്റ്റ് പാർട്ട്, ബദാമിയിൽ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഉണ്ട്, തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അത്ഭുത ക്ഷേത്രം തന്നെയാണ്, ബ്യൂട്ടിഫുൾ ക്ഷേത്രമാണ്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലും പിന്നെ ആ റൂട്ടിലുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. വീഡിയോനെ പറ്റി അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം വീഡിയോ താല്പര്യമുള്ളവർക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണേ. ഞാൻ തിരിച്ചു പോവുകയാണ്. കേവ് ടെമ്പിളിനെ ലക്ഷ്യമാക്കി പോകുന്ന വഴി നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇപ്പം നല്ല വെയിൽ ഉദിച്ചുകൊണ്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. വീഡിയോയിലായാലും നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇതേതോ കുരങ്ങച്ചന് സമാധിയാക്കിയത് കണ്ടോ. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് അവിടേക്ക് എത്തി. ഇതാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് ബദാമി കേവിൻ്റെ താഴെ. ഈ ഭാഗത്ത് കൂടെ നമ്മൾ വന്ന ഇവിടെ ഒരു പള്ളിയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ ഞാൻ തിരിച്ച് പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. വാഹനം എടുത്ത് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് കാണാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്